പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും നമസ്കാരം. ഒരു തെളിവ് സഹിതമുള്ളൊരു സത്യം, ഈ ചില മനുഷ്യർക്ക് ചില ആളുകളോട് അസൂയ കുശുമ്പും ഉണ്ടാകും. പക്ഷെ അത് യഥാർത്ഥത്തിൽ അത് ഡയറക്റ്റ് പ്രകടിപ്പിക്കത്തില്ല. പക്ഷെ ഡയറക്റ്റ് പ്രകടിപ്പിച്ച ഒരു വ്യക്തി, ഞാൻ 5ാമത്തെ ഫ്ലോറിലാണ്, ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരാൾ താമസിക്കുന്നുണ്ട്. ആ വ്യക്തി ഇന്നലെ ഞാനും എൻ്റെ ഫ്രണ്ടും റോഡിൽ നിന്നപ്പോൾ ഞങ്ങളോട് വഴക്കിന് വന്നു. ഒന്നുമില്ല, ജസ്റ്റ് ഒരു കാര്യമില്ല, വെള്ളം അടിച്ചിട്ടാ തോന്നുന്നു, ഫുള്ള് വെള്ളം. പുള്ളി എന്തോ ബിസിനസ് ആരാണ്ടൊക്കെ പറയുന്നത്, ഗവൺമെൻറ് ടീച്ചറാന്ന് പറയുന്നത്. നമ്മൾ ഈ 5 വർഷമായിട്ട് ഈ വീട്ടിൽ ബിൽഡിങ് ഞാൻ 5ാമത്തെ 6ാമത്തെ വർഷമാണ്. നമ്മൾ ആരോടെ കണക്ഷനൊന്നും പോകാറില്ല. അത് സംസാരിക്കാറ് പോലും ഇല്ല ഇത്രയും വർഷമായിട്ട്. ആ വ്യക്തി ഏതാണെന്ന് പോലും എനിക്കറിയത്തില്ല. ആരോ ഒക്കെ പറയുന്നത് കേട്ടോ, ഒരാൾ പറയുന്നത് ഗവൺമെൻറ് ടീച്ചറാണെന്ന് പറയുന്നത് കേട്ട്. ഇന്നലെ അത് ഇങ്ങനെ സംസാരം ആയപ്പോൾ ഒരാൾ പറയും ഗവൺമെൻറ് ടീച്ചറാണെന്ന്. ചിലവർ പറയുന്ന ആളുകളുടെ നിന്നൊക്കെ പൈസ കടം മേടിച്ചിട്ട് കൊടുക്കാതെ അങ്ങനെയൊക്കെ നടക്കുന്നൊരു വ്യക്തിയാണ്. ഓക്കെ, എന്തോ ആയാലും ഇങ്ങനെ വ്യക്തി. എന്നിട്ട് പുള്ളി നമ്മളോട് പറയുന്ന കംപ്ലയിൻറ്റ് എന്താണെന്നറിയോ? റോഡിൽ ഞങ്ങൾ എൻ്റെ കാർ ഇടുന്നുണ്ട്, എൻ്റെ ബൈക്കുണ്ട്, എൻ്റെ സ്കൂട്ടി ഉണ്ട്, പിന്നെ സ്കൂൾ ബസ്സുകളുണ്ട്, ഇതെല്ലാം ഉണ്ട്. പുള്ളിയുടെ ഒന്നാമത്തെ കംപ്ലയിൻറ്റ്, എനിക്ക് ഒത്തിരി വെഹിക്കിളുണ്ടെന്ന്, വാഹനങ്ങൾ എനിക്ക് ഒത്തിരി ഉണ്ട്. രണ്ടാമത് പറയുന്നത് എനിക്ക് പട്ടിയുണ്ടെന്ന്. ഞാൻ 5ാമത്തെ ഫ്ലോറിലുള്ള ആൾ, ഈ ആളുമായിട്ട് ഞാൻ കണ്ടിട്ട് പോലും ഇല്ല, സംസാരിക്കത്തും ഇല്ല. കാണും, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പം കാണും എന്നല്ല. ഞങ്ങൾ രാവിലെ പോകും, വൈകിട്ട് വരും. അല്ല, ഞാൻ താഴോട്ട് പോലും കൂടുതൽ ഇറങ്ങാം. ഇവിടെ ഞാൻ വെളിയിലൊക്കെ പോകുമെങ്കിലും ഈ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന ആരോടും എനിക്ക് കണക്ഷൻ ഇല്ല, ഞാൻ കണക്ഷനിൽ പോകാറില്ല. അപ്പം 2ാമത്തെ കംപ്ലയിൻറ്റ് പട്ടിയുണ്ടെന്നും. 3ാമത്തെ കംപ്ലയിൻറ്റ് ഞാൻ നോൺ ലോക്കലാണ്, ഞാൻ എങ്ങാട്ടും നിന്ന് വന്നിട്ട് ഇവിടെ വലിയ വലിയ കാര്യങ്ങൾ നടത്തുന്നെന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ചീത്തകളൊക്കെ ആളുകൾ അവിടെ റോഡിൽ കൂടെ പോകുന്നവരൊക്കെ വിളിച്ച് കുറേ ചീത്ത എന്ന് പറഞ്ഞാൽ സാധാരണ ചീത്തയല്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട്, ഞങ്ങളപ്പോഴത്തേക്ക് അവിടെ നിന്ന് തന്നെ വണ്ടി വിട്ട് പോയി. അവിടെ നിൽക്കുന്ന ഞങ്ങൾ എൻ്റെ കൂട്ടുകാരൻ്റെ ബുള്ളറ്റ് ഉണ്ടായിരുന്നു, അതിൽ ഇരിക്കുമായിരുന്നു. അത് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ്. അപ്പം ഞാൻ ഇതിനു മുമ്പ് ഒരു ദിവസം ഞാൻ എൻ്റെ കൂട്ടുകാരൻ എൻ്റെ ഒരു പഴയ സ്കൂട്ടി ഉണ്ടായിരുന്നു, അത് കൊടുത്തു. പുള്ളി അവിടെ വെച്ചേക്കുമായിരുന്നു. ഈ കക്ഷി കാറ് എടുത്തുകൊണ്ട് വന്നിട്ട് കാർ എടുത്തിട്ട് റിവേഴ്സ് എടുത്തിട്ട് ആ വണ്ടി തള്ളി താഴെ ഇട്ടു. അതിൻ്റെ മിറർ, അതിൻ്റെ കണ്ണാടിയൊക്കെ പൊട്ടിപ്പോയി. അപ്പോൾ ഞങ്ങളതൊന്നും വേണ്ടിയില്ല. പക്ഷേ അന്ന് മുതലേ പിന്നെ പുള്ളിയെ ഞാനങ്ങ് പൂർണ്ണമായിട്ടൊക്കെ വെറുത്ത്. കാര്യം ഞാനങ്ങ് നോക്കാറേ ഇല്ല, അങ്ങനെ സ്വാഭാവികമായിട്ട് ഞാൻ അവരോട് നോക്കാറേ ഇല്ല ആ വ്യക്തിയെ. അപ്പം അത് കഴിഞ്ഞ് പുള്ളിയുടെ അത്രത്തോളം പുള്ളിക്കാരനങ്ങ് കുശുമ്പാണ്. നമ്മുടെ മേളിൽ കുശുമ്പ് അസൂയ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടുള്ള കുശുമ്പ് അസൂയല്ല, അത് ഡയറക്റ്റ് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. പുള്ളിയുടെ കംപ്ലയിൻ്റാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മളെന്ത് സമാധാനം പറയും? ഞങ്ങൾ വിട്ടുപോയി, വണ്ടി വിട്ടുപോയി. ഞങ്ങൾ പിന്നെ രാത്രിയിലാണ് വന്നത്. പക്ഷേ എൻ്റെ വൈഫ് മേളിൽ നിന്ന് 5ാമത്തെ ഫ്ലോറിൽ നിന്ന് കേൾക്കുന്നുണ്ട്, താഴെ ഇദ്ദേഹം ഇയാൾ ഓരോന്നൊക്കെ പറയുന്നത്, ചീത്ത പറയുന്നതൊക്കെ, ഒത്തിരിയും ചീത്തകളൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പട്ടികളെ കുരച്ചുകൊണ്ടിരിക്കും, നമ്മൾ നമ്മുടെ പണി നോക്കിപ്പോകും. റോഡ് സൈഡിൽ ഒത്തിരിയും പട്ടിയുണ്ട്, പട്ടി കുരയ്ക്കും. അതിങ്ങനെ കുരയ്ക്കും, നമ്മൾ നമ്മുടെ കാര്യം നോക്കിപ്പോകും. അത്രയും ഞാൻ വിചാരിച്ചുള്ളൂ.